ഇപ്പോൾ നടക്കുന്നത് എന്തോ നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, നിങ്ങളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയാം. അവൾ പറയുകയാണ് ഫ്രണ്ടായിട്ട് നിൽക്കാമെന്ന് പറയാം. അപ്പോൾ നിങ്ങളെന്ത് ചിന്തിക്കും? ആ ഫ്രണ്ടായിട്ട് നിന്നിട്ട് അത് ലവ് ആയിട്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പെണ്ണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തോ? നിങ്ങളുടെ ആഗ്രഹം അവളെ ലവറായിട്ട് വേണം. അവൾ പറയുന്നത് അതിന് താഴെയുള്ള സ്റ്റാൻഡേർഡ്, ലവിന് താഴെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് താഴെയുള്ളതല്ലേ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് ലവ്, ഓക്കെ, ലവ് റിലേഷൻഷിപ്പ്. അവൾ തരുന്നത് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ്, ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹിക്കുന്നതിന് താഴെയുള്ളതാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ആ ശരി മതി എന്ന് പറയാം. അപ്പോൾ എന്താണ് നിങ്ങളെന്താ ചെയ്യുന്നത്? ആ ലോ സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്നോട് ഒരു പെണ്ണ് പറയുന്നതെങ്കിൽ ഞാൻ പറയും ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ടായിട്ട് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് വേണ്ട. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പറ, നമുക്ക് ഇഷ്ടപ്പെടാം. അല്ലാതെ ഫ്രണ്ടായിട്ടിരിക്കാനാണെങ്കിൽ വേണ്ട, നമുക്ക് കോൺവെർസേഷൻ മൊത്തമായിട്ട് നിർത്താം, നമ്മുടെ കോൺടാക്റ്റ് മൊത്തമായിട്ട് കട്ട് ചെയ്യാം എന്ന് പറയും. അപ്പോഴവൾ ചിന്തിക്കും ഇവനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വിട്ട് താഴോട്ട് പോകത്തില്ല. ഇവൻ എന്ത് വേണോ അതിൻ്റെ താഴോട്ടുള്ള ഒന്നും ഇവൻ എടുക്കത്തില്ല. മനസ്സിലായോ? നിങ്ങളൊരു പെണ്ണിനോട് പറയുവാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പല്ല വേണ്ടത്, എനിക്ക് റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിനക്ക് റിലേഷൻഷിപ്പ് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഫ്രണ്ടായിട്ട് നിൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട്. അപ്പോൾ എൻ്റെ സ്നേഹം മറച്ചു വെച്ച് നിന്നോട് ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ഓപ്പണായിട്ട് പറയുവാണ്, ഓക്കെ. ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പറയുവാണ് ശരി, എന്നാൽ നമുക്ക് കോൺവെർസേഷൻ നിർത്താം. നമുക്ക് വിളി വേണ്ട, ചാറ്റ് വേണ്ട, കാണണ്ട, ഒന്നും വേണ്ട, നമുക്ക് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യാം എന്ന് പറയാം. മനസ്സിലായോ? അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത് ഇവൻ ഹൈ സ്റ്റാൻഡേർഡ്, മെൻ ഷുഡ് ഹാവ് ഹൈ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ഹൈ സ്റ്റാൻഡേർഡാണ് വേണ്ടത്. നിങ്ങൾ ലോ സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു ഗേളിന് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ റെസ്പെക്റ്റ് വിട്ട് നിങ്ങൾ താഴോട്ട് വരില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹം മറച്ചു വെച്ചിട്ട് എനിക്ക് ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിന്നോട് മിണ്ടുമ്പോഴെല്ലാം നിന്നോട് സ്നേഹമാണ് തോന്നുന്നത്. എനിക്ക് ഫ്രണ്ടായിട്ട് നിന്നെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്പണായിട്ട് പറയണം. ഓപ്പണായിട്ട് പറയുമ്പോൾ ഒരു 30-40% അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആലോചിക്കാമെന്ന് പറയും. അതല്ല അപ്പോഴും നേരെ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ശരി, ഫ്രണ്ട്ഷിപ്പായിട്ട് പറ്റത്തില്ല, നമുക്ക് കോൺവെർസേഷൻ എല്ലാം കട്ട് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ പിന്നെ കോൺവെർസേഷൻ ഒന്നും പോകുന്നില്ല, ഓക്കെ. നിങ്ങൾ ജസ്റ്റ് പരിചയമുള്ളൂ, അല്ലാതെ നിങ്ങൾ മിണ്ടാനോ അല്ലെങ്കിൽ അവളോട് സംസാരിക്കാനുള്ള താല്പര്യമൊന്നും കാണിക്കുന്നില്ല, ഓക്കെ. അങ്ങനെ നിൽക്കുകയാണ്, ജസ്റ്റ് ഒരു പരിചയക്കാരനെ പോലെ നിങ്ങൾ പെരുമാറുക. അപ്പോൾ ചിന്തിക്കും ഇവന് ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇവൻ എന്നോട് സ്നേഹമുണ്ട്, ഇവനത് മറച്ച് വെച്ച് ഫ്രണ്ടായിട്ട് എൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നില്ല, ഇവൻ റിയലായിട്ട് തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ആണുങ്ങളാണെങ്കിൽ എൻ്റെ മുമ്പിൽ ഫേക്കായിട്ട് ഫ്രണ്ടിനെ പോലെ നിന്നിട്ട് എന്നെ വളയ്ക്കാനോ അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനോ നോക്കിയാനോ ഇവനൊന്നും ചെയ്തില്ല. ഇവൻ സ്ട്രോങ് ആയിട്ട് പറയേണ്ട കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു, ഓക്കെ. ഇവനപ്പോൾ ഹൈ സ്റ്റാൻഡേർഡാണ്. മനസ്സിലായി? ഇവനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്ത് എന്നിട്ട് ഇവൻ എന്നെ ഫ്രീ ആയിട്ട് വിട്ടു, ഓക്കെ. ഇവൻ എൻ്റെ പുറകെ ചേസ് ചെയ്തില്ല, ലോ സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്തില്ല. ജസ്റ്റ് ഇവൻ അവൻ്റെ കാര്യം നോക്കിയിരുന്നു, ഓക്കെ. അപ്പോഴെന്ത് ചെയ്യും? ചിലപ്പം നിങ്ങളോട് തിരിച്ചു വന്ന് മിണ്ടാനുള്ള ചാൻസ് ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, ഓക്കെ. അതല്ല അവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ഒന്നുമില്ല, ജസ്റ്റ് അവളെ ഇഗ്നോർ ചെയ്യണം. അതായത് നിങ്ങൾ തിരിച്ച് പോവുകയോ ചെയ്യില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കണം, ഓക്കെ. തിരിച്ച് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. കാരണം അവൾ തിരിച്ച് വന്നില്ലെങ്കിൽ അതിനർത്ഥം ലൈഫിന് സെറ്റ് ആവത്തില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടും തിരിച്ച് വന്നില്ല, നിങ്ങൾ ഇത്ര അകന്ന് നിന്നിട്ടും അവരിങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ജീവിതാവസാനം വരെ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും. നാളെ ഒരു സമയത്ത് അവൾ വീണ്ടും അവോയ്ഡ് ചെയ്തു, അപ്പോഴും നിങ്ങൾ തന്നെ പിന്നാലെ പോകേണ്ടി വരും. ഇപ്പോൾ ആ തെങ്ങ് കയറ്റക്കാരന് 150 രൂപ കൊടുത്തു, ഓക്കെ. അവനത് അക്സെപ്റ്റ് ചെയ്തു. നാളെ വരുമ്പം നമ്മൾ 150 രൂപ പറഞ്ഞിട്ട് ഇനി 120 പറഞ്ഞാലും അവൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവനാണ് പിന്നാലെ വരുന്നത്. അപ്പോൾ അവൻ അക്സെപ്റ്റ് ചെയ്ത വേറെ വഴിയില്ല. അതുപോലെ നിങ്ങളാണ് പിന്നെയും റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്നതെങ്കിൽ അവർ വീണ്ടും നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ജീവിതാവസാനം വരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇഗ്നോർ ചെയ്തിട്ട് ഫലമില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനിത്ര ഇഗ്നോർ ചെയ്തിട്ടും എന്നോട് ചെറിയ ഇൻട്രസ്റ്റിങ്ങിലുള്ള ആളാണെങ്കിൽ വന്നേനെ. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ ഇത് സെറ്റ് ആവത്തില്ല, ഓക്കെ. ഞാൻ അഥവാ ബലം പിടിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് കെഞ്ചി കാല് പിടിച്ച് റിലേഷനിലേക്ക് കൊണ്ടുവന്നാലും എനിക്ക് അതിനുള്ള വിലയെ തരത്തുള്ളൂ. വിലയില്ലാത്തവൻ എന്നുള്ള രീതിയിൽ എന്നെ കാണത്തുള്ളൂ. ഇപ്പോൾ ആ തെങ്ങേറ്റക്കാരൻ 150 രൂപയ്ക്ക് ചെയ്താലും അവനെ പിന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾ ചിന്തിക്കും വിലയില്ലാത്തവൻ. അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഇമേജ് വിലയില്ലാത്തവൻ. അപ്പോൾ അതിനുള്ള റെസ്പെക്റ്റേ നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് നല്ല റെസ്പെക്റ്റാണ്, അതാണ് ഹൈ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് പുല്ല് പോലെ, അതായത് ഒരു പേരിൻ്റെ റെസ്പെക്റ്റ് എന്നാലോ അത് ലോ സ്റ്റാൻഡേർഡ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇനി റിയലായിട്ട്